ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർഷ്യൽ വേവ് അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പാർഷ്യൽ വേവ് അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ എക്സ്പ്രഷൻ നിങ്ങളുടെ ഇക്വേഷൻ നമ്പർ 20 ഡിറൈവ് ചെയ്തിരുന്നു. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ച ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ഇതായിരുന്നു എക്സ്പ്രഷൻ 4π/k² ഇൻറ്റു സമ്മേഷൻ ഓവർ L = 0 to infinity 12 + 1 ഇൻറ്റു സൈൻ സ്ക്വയർ ഡെൽറ്റ എൽ എന്നുള്ളതാണ് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ എക്സ്പ്രഷൻ. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 23 എന്ന് വിളിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ കേസാണ്, ദാറ്റ് ഈസ് എസ് വേവ് സ്കാറ്ററിംഗ്. എസ് വേവ് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ we should note that in the case where we have a scattering between particles that are in their respective S states, we have L = 0. അതായത് നമ്മുടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളും അതുപോലെ തന്നെ നമ്മുടെ ടാർജറ്റ്, അതായത് പ്രൊജക്ടൈലും ടാർജറ്റ് പാർട്ടിക്കിൾസും അതിൻ്റെ L = 0, അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം സ്റ്റേറ്റ് എന്ന് പറയുന്നത് L = 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ പറഞ്ഞ പ്രൊജക്ടൈലും അതുപോലെ തന്നെ ടാർജറ്റും അതിൻ്റെ എസ് സ്റ്റേറ്റിലാണ്. കാരണം എസ്സിനെയാണ് നമ്മൾ L = 0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ കേസിൽ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എന്ത് വരും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 19 ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ നമ്പർ 19ൽ എന്ത് ചെയ്യുക, എല്ലിന് പകരം 0 ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് തീറ്റ എന്ത് കിട്ടും? എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് 1/k ഇൻറ്റു 2L. എല്ലിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 1 ആയി പോകും. ഇത് e⁻i Δ0 എന്ന് വരും, ഇത് സൈൻ Δ0 വരും, ഇത് P0 cos θ എന്ന് വരും. P0 cos θയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/k e⁻i Δ0 സൈൻ Δ0 എന്ന് കിട്ടും. ഓക്കെ, അതായിരിക്കും നമുക്കിവിടെ കിട്ടുക. 1/k e⁻i Δ0 സൈൻ Δ0. അപ്പോൾ L = 0 എഫ് ഓഫ് തീറ്റ നമ്മൾ F0 എന്ന് വിളിക്കുന്നു. ഇവിടെ P0 cos θ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എസ് വേവ് സ്കാറ്ററിങ്ങിൻ്റെ കേസിലുള്ള സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ദിസ് F0² ആണ്. സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡിൻ്റെ മോഡ് സ്ക്വയർ ആണ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ 1/k², 1/k², e⁻i Δ0² e⁻2i Δ0 സൈൻ Δ0² സൈൻ സ്ക്വയർ Δ0. അപ്പോൾ ഒരു എസ് വേവിൻ്റെ കേസിൽ അതിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡുമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എവിടെ നിന്ന് കിട്ടും? ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ നിങ്ങൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 23. ഇതിനകത്ത് ഒരു എസ് വേവ് ആണെങ്കിൽ L = 0, ഇവിടെ എല്ലിന് 0 കൊടുക്കുക. അപ്പോൾ 12 + 1 എന്ന് പറയുന്നത് 1 ആവും. ഇത് സൈൻ സ്ക്വയർ Δ0 എന്ന് വരും, 4π/k² വരും. അപ്പോൾ 4π/k² സൈൻ സ്ക്വയർ Δ0 ആയിരിക്കും ഈ സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എസ് വേവിൻ്റെ കേസിൽ ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് 4π/k² സൈൻ സ്ക്വയർ Δ0 ആണ്. ഇതൊരു പർട്ടിക്കുലർ കേസാണ് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഫോർ എ ഫൈനൈറ്റ് റേഞ്ച് പൊട്ടൻഷ്യൽ, ഒരു ഫൈനൈറ്റ് റേഞ്ച് പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എത്ര വരും എന്നുള്ളതാണ്. അതായത് ഒരു ഫൈനൈറ്റ് റേഞ്ച് പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ന്യൂക്ലിയസിനുള്ളിലെ ന്യൂക്ലിയോൺസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അത് സ്ട്രോങ് ഫോഴ്സ് ആണെന്ന് നമുക്കറിയാം. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫോഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രാക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഇൻട്രാക്ഷൻ പൊട്ടൻഷ്യലാണ്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് കിട്ടുന്ന ഈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ സൈൻ സ്ക്വയർ Δ0 /k² എന്ന് പറയുന്നത് നമുക്ക് റേഞ്ചിനെ നമ്മൾ സാധാരണ A എന്നാണ് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഈ സൈൻ സ്ക്വയർ Δ0 /k² എന്ന് പറയുന്നത് = സം A² ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ സിഗ്മ = 4πA² എന്ന് വരും. കാരണം നമുക്കറിയാം സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനാണ്, നമുക്ക് ഏരിയയുടെ ഡയമെൻഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിഗ്മ കിട്ടുക 4π ഇൻറ്റു വരുമ്പം സം ഏരിയയുടെ ഫാക്ടറാണ്, അതായത് A² എന്ന് വരും. അപ്പോൾ 4πA² എന്ന് വരും. 4πA² എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു എസ് വേവിൻ്റെ കേസിൽ അതിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ആണ് ഫോർ എ ലോ എനർജി സ്കാറ്ററിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറൽ എക്സ്പ്രഷൻ ഇതാണെന്ന് ഓർക്കുക, സിഗ്മ = 4π/k² സൈൻ സ്ക്വയർ Δ0 ആണ്. നൗ ഹെൻസ് ഫോർ സ്മോൾ k, ഒരു കെയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ആണെങ്കിൽ സിഗ്മ = 4πA² എന്ന് വരും. A എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ലെങ്ത് എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു തിയറമാണ് ഡിസ്കസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ തിയറം. An important result can be obtained by writing the total cross section in terms of the forward scattering amplitude F0. അതായത് നമ്മുടെ ഇക്വേഷൻ 19 ഉണ്ടല്ലോ, ഇക്വേഷൻ 19ൽ തീറ്റയ്ക്ക് പകരം 0 എന്ന് കൊടുക്കുക. നമ്മൾ ഇക്വേഷൻ 19 എടുക്കാം. ഇക്വേഷൻ 19 ഇതാണ്. ഈ ഇക്വേഷൻ 19ൽ തീറ്റയ്ക്ക് പകരം 0 കൊടുക്കുക. അപ്പോൾ ഇത് F of 0 = 1/k സമ്മേഷൻ ഓവർ L = 0 to infinity
2l+1 e raised to i delta l sin delta l. ഇത് PL cos 0 വരും. cos 0 1 ആണ്. അപ്പോൾ PL of 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്ക് ബാക്കി ഈ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1/k സമ്മേഷൻ ഓവർ l = 0 to infinity 2l+1 e raised to i delta l sin delta l എന്ന് വരും. ഓക്കെ, അതാണ് നമ്മുടെ എഫ് ഓഫ് 0. അതിനെ നമ്മളിവിടെ എഴുതുന്നു. ഓക്കെ, ഇതാണ് എഫ് ഓഫ് 0. 1/k സമ്മേഷൻ ഓവർ l = 0 to infinity 2l+1 e raised to i delta l sin delta l which is equal to, ഇതിന് എനിക്ക് 1/k ഇൻറ്റു സമ്മേഷൻ ഓവർ l = 0 to infinity 2l+1 sin delta l e raised to i delta l നെ e raised to i theta cos theta plus i sin theta cos delta l plus i sin delta l എന്ന് കൊടുത്തു. എന്നിട്ട് 1/k ഇൻറ്റു സമ്മേഷൻ ഓവർ l = 0 to infinity 2l+1 ഈ sin delta l നെ ഉള്ളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ sin delta l cos delta l plus i sin square delta l എന്ന് വരും. which is equal to 1/k ഇൻറ്റു സമ്മേഷൻ ഓവർ l = 0 to infinity. നമ്മൾ രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ 2l+1 sin delta l cos delta l പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 1/k സമ്മേഷൻ ഓവർ l = 0 to infinity i sin square delta l. ഐയെ പുറത്തേക്ക് എടുത്ത് ഇവിടെ എഴുതിയുള്ളൂ. അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ റിയൽ പാർട്ടാണ്, ഈ പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ഒരു റിയൽ പാർട്ട് പ്ലസ് ഒരു ഇമാജിനറി പാർട്ട് എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് 0യുടെ ഇമാജിനറി പാർട്ട് എടുത്താൽ എന്തായിരിക്കും? ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 1/k ഇൻറ്റു സമ്മേഷൻ ഓവർ l = 0 to infinity 2l+1 sin square delta l ആണ്. ഓക്കെ, അതായത് ഫ്രം ഇക്വേഷൻ 23 നമുക്ക് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പാർഷ്യൽ വേവ് അനാലിസിസ് ഉപയോഗിച്ചത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഈ രണ്ടും കൂടെ ഈ ഇക്വേഷൻ 27ഉം ഈ പറഞ്ഞ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനോട് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഈ എക്സ്പ്രഷനെ 4π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. എന്ന് വെച്ചാൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് 0യെ 4π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ സിഗ്മ കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ തിയറം എന്ന് വിളിക്കുക. അതായത് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4π ടൈംസ് ഇമാജിനറി പാർട്ട് ഓഫ് ദി സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് തീറ്റ = 0 എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് എ സിമിലർ തിയറം ഇൻ ഒപ്റ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഒപ്റ്റിക്സിൽ ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു തിയറം ഉണ്ട്. അതായത് ദ ഫിസിക്കൽ ഒറിജിൻ ഓഫ് ദിസ് തിയറം ഇസ് ദ കൺസർവേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓർ പ്രോബബിലിറ്റി. കൺസർവേഷൻ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണ്. എന്ന് വെച്ചാൽ കാര്യം ഇതാണ്, ഈ തിയറം പറയുന്ന ഇതാണ്: ദ ബീം എമർജിങ് ആഫ്റ്റർ സ്കാറ്ററിംഗ്, സ്കാറ്ററിങ്ങിന് ശേഷം എമർജ് ചെയ്യുന്ന ബീം എലോങ് ദ ഇൻസിഡൻറ്റ് ഡയറക്ഷൻ തീറ്റ = 0. അതായത് ഒരു ബീം, ഒരു പ്രൊജക്റ്റൈൽ ബീം വന്നിട്ട് ഒരു ടാർഗറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇൻസിഡൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? സ്കാറ്ററിങ് സംഭവിക്കാതെ അതേ ഡയറക്ഷനിലേക്ക് തന്നെ പ്രൊസീഡ് ചെയ്യുന്ന ബീമുണ്ട്. എന്ന് വെച്ചാൽ അൺസ്കാറ്റേഡ് ബീമുണ്ട്. തീറ്റ = 0 തന്നെ പാസ് ചെയ്യും. സ്കാറ്ററിങ് വരുന്നുണ്ടെങ്കിൽ ആംഗിൾ ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ അൺസ്കാറ്റേഡ് ആയിട്ടുള്ള ബീം എന്ന് പറയുന്നത് തീറ്റ = 0 തന്നെ പോകും. ഇറ്റ് കണ്ടെയ്ൻസ് ഫ്യൂ ഓക്കെ. So the beam emerging after scattering along the incidence direction theta = 0 contains fewer particles than the incident beam since a number of particles have scattered in the various direction. അതായത് ഇൻസിഡൻറ്റ് ചെയ്ത ബീമിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനേക്കാൾ കുറവായിരിക്കും ഈ ഇൻസിഡൻറ്റ് ചെയ്തതിന് ശേഷം അൺസ്കാറ്റേഡ് ആയിട്ട് അതേ ഡയറക്ഷനിൽ തന്നെ പ്രൊസീഡ് ചെയ്യുന്ന ബീം. കാരണം ബാക്കിയുള്ള പാർട്ടിക്കിൾസ് ഇവിടെ പോയി ഒരു ആംഗിളിൽ സ്കാറ്റർ ചെയ്യപ്പെട്ടു പോയി. അതായത് ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സംഭവിച്ച ഡിക്രീസ്, ഏതിനാണ് ഡിക്രീസ് സംഭവിച്ചത്? ഇൻസിഡൻറ്റ് ബീമിന് ഒരു ഡിക്രീസ് സംഭവിച്ചു. കാരണം എന്ത് പറ്റി? കുറേ എണ്ണം സ്കാറ്റർ ചെയ്യപ്പെട്ടു, കുറേ എണ്ണം നേരെ പോയി. സോ ദിസ് ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് മെഷേർഡ് ബൈ ദ ടോട്ടൽ ക്രോസ് സെക്ഷൻ സിഗ്മ. അപ്പോൾ ഇവിടെ സംഭവിച്ച കുറവ്, അതായത് ഇൻസിഡൻറ്റ് ബീം പാർട്ടിക്കിൾസിൽ സംഭവിച്ച കുറവ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? ഫ്രം ദ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ സിഗ്മയിൽ നിന്ന് മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റിമൂവ്ഡ് ഫ്രം ദ ഇൻസിഡൻറ്റ് ബീം എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻസ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. അത് സിഗ്മയോട്, ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനോട് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ ഒപ്റ്റിക്കൽ തിയറം പറയുന്നത്. So we should note that all the equation 28 was derived for elastic scattering. ഇത് നമ്മൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ് നമ്മൾ മൊത്തം ഡിസ്കസ് ചെയ്തത്. ഒപ്റ്റിക്കൽ തിയറം ഈസ് ഓൾസോ വാലിഡ് ഫോർ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഒപ്റ്റിക്കൽ തിയറം ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനും വാലിഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ടും ആദ്യം നമ്മൾ സ്കാറ്ററിംഗ് എന്താണെന്ന് പഠിച്ചു. അതിനകത്ത് നമ്മൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്താണ്, ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്താണെന്ന് പഠിച്ചു. ക്ലാസിക്കൽ തിയറി ഓഫ് സ്കാറ്ററിംഗ് നമ്മൾ പഠിച്ചു. അതിനുശേഷം ക്വാണ്ടം മെക്കാനിക്കൽ തിയറിയിലേക്ക് ഓഫ് സ്കാറ്ററിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ നമ്മൾ ബോൺ അപ്രോക്സിമേഷനും അതുപോലെ തന്നെ പാർഷ്യൽ വേവ് അനാലിസിസും പഠിച്ചു. ഫൈനലി നമ്മൾ ഒപ്റ്റിക്കൽ തിയറം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.